നമസ്കാരം, ഞാൻ ദിനേഷ് സൗവർണിക. ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു സിമ്പിൾ റീപോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ചെടിയുടെ കവർ പൊട്ടിയ സമയത്ത് അത് റിപ്പോർട്ട് ചെയ്യാണ്. അത് ഞാൻ കാണിച്ചത് ഇവിടെ ഇരിക്കുന്ന ഈ ബോൺസായി പോട്ടിലേക്ക് ഇറക്കി വെച്ചിട്ട് നേരെ മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കുകയാണ് ചെയ്തത്. വെള്ളം ഒഴിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം അതിൽ ഞാൻ മണ്ണ് കൂട്ടിയിട്ടു. ഞാൻ വെള്ളം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നില്ല, മണ്ണൊക്കെ കൂട്ടിയിട്ടു. ഇപ്പൊ ഞാനത് വെള്ളം ഒഴിച്ചപ്പോൾ അത് നല്ല അതിൻ്റെ അടി വരെ ഒട്ടി നിന്നു. കോഡക്സ് മാക്സിമം കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പറ്റുപേരൊന്നും മുറിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറെ ആളുകൾ വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ ഫ്രഷ് ആയി വെച്ചാൽ അതിലേക്ക് അണുബാധ വരില്ലേ, ഫംഗസ് വരില്ലേ എന്ന്. അപ്പൊ ഞാൻ ഇവിടെ ഡ്രൈ ആയിരിക്കുന്ന സ്ഥലമാണ്, നല്ല ചൂടിലിരിക്കുന്ന സ്ഥലം. ആ സ്ഥലത്തെടുത്ത് ആ മണ്ണ് കുടഞ്ഞ് കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചായിരുന്നു, ഒന്ന് കുടഞ്ഞ് കളഞ്ഞിട്ട് ആ വെള്ള പറ്റുവേരുകളോടുകൂടി ഹെൽത്തി ആണെന്ന് എനിക്ക് തോന്നിയ ചെടി ആയതുകൊണ്ടാണ് ഞാൻ അതേപോലെ റിപ്പോർട്ട് ചെയ്തു. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ എല്ലുപൊടി ഉപയോഗിച്ചിട്ടില്ല, മണ്ണിര കമ്പോസ്റ്റും ചാണകപ്പൊടി ഉപയോഗിച്ചില്ല. മണ്ണിര കമ്പോസ്റ്റും വേപ്പും മണ്ണാക്കും പിന്നെ വാമും നമ്മളെ റോക്ക് ഫോസ്ഫേറ്റ് ഒക്കെയാണ് ഉപയോഗിച്ചത്. ഇത് റിപ്പോർട്ട് ചെയ്തു, വെള്ളം ഒഴിച്ചു. ഇപ്പം അതേപോലെ പറ്റി നിൽക്കുകയാണ്. അപ്പോൾ കുറേ ആളുകളുടെ സംശയം ഇതായിരുന്നു, കേടുവന്ന് പോയില്ലേന്ന്. പിന്നെ മറ്റു കുറച്ച് ആളുകൾ ചോദിച്ചത്, ഇതിൻ്റെ ഈ പൊന്തി നിൽക്കുന്ന ഈ വേരുകൾ, പറ്റുവേരുകൾ ഇതിന് അഭംഗിയാണ്, അതൊക്കെ കളയണ്ടേ എന്ന് ചോദിച്ചു. അത് നമുക്ക് ഭംഗി തോന്നുന്നുണ്ടെങ്കിൽ നിർത്താം, നമുക്ക് അഭംഗി തോന്നുന്നുണ്ടെങ്കിൽ കളയാം. അതായത് ഭംഗിയില്ലാ തോന്നുന്നുണ്ടെങ്കിൽ കളയാം. പക്ഷെ ഒറ്റ കാര്യം ചെയ്യണം, ഈ ചെടി നല്ല ഗ്രോത്തിൽ ആ കവറിൽ ഇരിക്കുന്ന ആ സമയത്ത് ഞാൻ അതിനെ പറിച്ചെടുത്തിട്ട് അതിൻ്റെ പറ്റുവേരുകളെല്ലാം മുറിച്ച് കളഞ്ഞ് കോഡക്സ് മാത്രമാക്കി ഇങ്ങനെ നട്ടു കഴിഞ്ഞാൽ ആ ചെടി എന്തായാലും ക്ഷീണിക്കും. ഇപ്പൊ ഇത് പൂവിട്ട് നിൽക്കുന്നുണ്ട്, ഈ പൂ ഇതേപോലെ നിലനിർത്ത് പോകണം എനിക്ക്. അതുകൊണ്ട് ഞാൻ പറിച്ചു, 10 മിനിറ്റ് കൊണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്തു, എല്ലാം സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ വെച്ചു. പറ്റുവേരുകളൊന്നും മുറിച്ചിട്ടില്ല. ഇനി എനിക്ക് ഈ പറ്റുവേരുകൾ മുറിക്കാം എപ്പോ എന്നറിയോ? ഈ പൊന്തി നിൽക്കുന്ന വേരുകൾ മുറിക്കാം 1 മാസം കഴിഞ്ഞിട്ട്. കാരണം ഇപ്പൊ ഞാൻ അതിന്റെ അടിയിലുള്ള പറ്റുവേരുകളിലെ ചെടിയുടെ കോഡക്സിന്റെ അടിഭാഗത്തുള്ള വേരുകൾ അത് മണ്ണിലേക്ക് പിടിച്ചു വരാൻ ഏകദേശം 2 ആഴ്ച 1 മാസത്തിനോടടുത്ത് സമയമെടുക്കും. കാരണം മണ്ണിന്ന് വിട്ടിട്ട് ഇനിയിപ്പോൾ ആ മണ്ണിലേക്ക് സെറ്റായി വരും. 1 മാസം ആയിക്കഴിഞ്ഞാൽ, ഇങ്ങനെ നട്ട് 1 മാസം ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇനി 1 മാസത്തിന് ഇതിന് വളമൊന്നും പ്രയോഗിക്കില്ല കേട്ടോ. കാരണം എന്ത് വളം കൊടുത്താലും ആ ചെടിക്ക് കേടാവും. അപ്പൊ ചെടിക്ക് യാതൊരു തരത്തിലുള്ള രാസവളങ്ങൾ മറ്റതൊന്നും ഇതിൽ കാര്യമായിട്ട് കൊടുക്കണ്ട. 1 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രം വളപ്രയോഗം, രാസവളമായാലും ജൈവവളമായാലും കൊടുത്താൽ മതി. പിന്നെ ഇതിലിപ്പോൾ ഇലയൊന്നുമില്ല, മുഴുവൻ പൂവാണ്. ഇല വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, നാമ്പ് തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 30-10 സ്പ്രേ ചെയ്യാം. ഇനി ഞാൻ പറയുന്നത് ഈ പറ്റുവേര് മുറിക്കേണ്ട കാര്യം. 1 മാസം കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് വലിച്ചു പറിക്കരുത്. ഈ പറ്റുവേരുകളുടെ ടോപ്പ് ഇത് ഭംഗി കുറവുണ്ടെങ്കിൽ ഈ ഭാഗം വെച്ചിട്ട് നല്ല കത്തി അല്ലെങ്കിൽ കത്രിക ഉപയോഗിച്ച് മുറിക്കുക. അതായത് ഹൈഡ്രജൻ പെറോക്സൈഡ് കൊണ്ട് ക്ലീൻ ചെയ്ത കത്തി ആയിരിക്കണം. കത്തി കൊണ്ട് ഈ വേരുകൾ ഇങ്ങനെ മെല്ലെ മുറിച്ച് അവിടെ വെക്കുക, വലിച്ചെടുക്കരുത് കേട്ടോ. മുറിച്ചിട്ട് നമ്മളെ കോഡക്സുമെന്ന് മുറിഞ്ഞ ഭാഗത്ത് സാഫ് പുരട്ടുക, മറ്റേ വേര് വിട്ടു നിൽക്കുന്ന ഭാഗത്ത് സാഫ് പുരട്ടുക, ലേശം ഇങ്ങനെ വിടർത്തി പുറത്തേക്ക് നീക്കി വെക്കുക. അങ്ങനെ വേര് ഇതിൽ കട്ട് ചെയ്ത് നിർത്തി കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ആ വേര് മെല്ലെ ഉണങ്ങാൻ തുടങ്ങും. ആ ഉണങ്ങാൻ തുടങ്ങുന്ന നേരത്ത് ഇത് വലിച്ചെടുക്കണം. അപ്പൊ വേരിന്റെ അംശം പൊട്ടി നിന്നാലും കുഴപ്പമില്ല. വേരിന്റെ അംശം തന്നെ കണക്ഷൻ ഇല്ലാത്ത വേരല്ലേ, പൊട്ടി നിന്നുള്ളൂ. എന്നാൽ നിങ്ങൾ ഇത് മുറിച്ചുടനെ വലിച്ചാൽ ഈ വേരുകൾ ചിലപ്പോൾ കോഡക്സുമ്മ ചുറ്റിയിരിക്കുന്ന സ്ഥലം ഉണ്ടാവുമായിരിക്കും. ആ വലിക്കുമ്പോൾ ആ കോഡക്സിന്റെ മേലെ വേരിന്റെ ബലത്തിൽ വലിഞ്ഞിട്ട് കോഡക്സിൽ മുറി ഉണ്ടാവും, അതായത് താഴെ ഭാഗത്ത് മുറി ഉണ്ടാവും. അവിടേക്ക് വേഗം ഫംഗസ് കയറും. ഇത് പല ആളുകൾക്കും പറ്റുന്ന ഒരു തെറ്റാണ്. ഞാൻ അതിന്റെ കൃത്യമായ രീതി ഒന്ന് പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പോൾ തൈ നട്ട് 1 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിന്റെ ഈ പറ്റുവേരുകൾ മുറിക്കുക. മേലത്തെ പറ്റുവേരുകൾ, താഴത്തെ പറ്റുവേരുകൾ അവിടെ നിന്നോട്ടെ, ആഹാരം വലിച്ചോട്ടെ. അത് മുറിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്, മുറിച്ചെടുത്തു അന്ന് തന്നെ വലിച്ചെടുക്കരുത്. മണ്ണിളകുന്നതിന് പുറമെ കോഡക്സുമ്മയ്ക്ക് മുറി വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ 1 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആ പറ്റുവേരൊന്ന് ഉണങ്ങാൻ തുടങ്ങുമ്പോൾ വലിച്ചെടുക്കുക. ഈ വിവരം നിങ്ങളുടെ അഡീനിയം വളർത്തലിൽ നിങ്ങൾക്ക് മുതൽക്കൂട്ടാവുമെങ്കിൽ മാത്രം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് നമ്മളെ ചാനൽ ഷെയർ ചെയ്താൽ മതി, അവരോട് സബ്സ്ക്രൈബ് ചെയ്താൽ പറഞ്ഞാൽ മതി. അല്ലാതെ വെറുതെ ഒരു വീഡിയോ കണ്ട് ഇത് ഇങ്ങനെയാണ് എന്ന് കാണിച്ചുകൊണ്ട് മാത്രമായില്ല. നമ്മളതിൻ്റെ കൃത്യമായ വിവരണം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ സഹകരണം ഇനിയും ഉണ്ടാവണം. താങ്ക്